second beef night count. തിരുമേനി ഇതെന്താ ഏർപ്പാട്? എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഒരൊറ്റ സീനോട് ഒരു പക്ഷെ ഇനി അങ്ങോട്ട് മലയാളികളുടെ എല്ലാവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും നല്ല ബീഫും നെയ്ച്ചോറും ബീഫും പൊറോട്ടയും ഒക്കെ ആയിരിക്കും. എനിക്കും ഇഷ്ടമാണ്. ഒരാഴ്ച കൊണ്ട് മിക്കവാറും ഇവിടെ ഇനി ബീഫിന്റെ കൺസംഷൻ കൂടും. അത് ശരിയാ. ഈ ട്രെയിലർ കൊണ്ട് എനിക്ക് ആകെ ഇവിടെ ഒരു ലാഭം ഉണ്ടാക്കാൻ പോണത് ഇവിടുത്തെ ബീഫ് കച്ചവടക്കാരാണ്. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എസ്പെഷ്യലി കേരളത്തിലുള്ളവർ കേട്ടോ. അവിടെ ഉള്ളവർ ഇതൊക്കെ തന്നെ കണ്ടിട്ട് അയ്യോ പാവപ്പെട്ട ഒരു കൊച്ചിനെ എന്റെ വായിലോട്ട് ഇങ്ങനെ കുത്തി കയറ്റി കൊടുക്കുക. പണ്ട് ഇതുപോലെയൊക്കെ എനിക്ക് വായി വെച്ചേരുന്നു, പാവയ്ക്കാത്ത വരൻ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതേപോലെയല്ല ബീഫ് ടെമ്പിൾ ഇവിടത്തുള്ളവര് കഴിക്കണവര് കഴിക്കും, കഴിക്കാത്തവര് കഴിക്കണ്ട. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അത് മാത്രമല്ല, ഒരാള് ഇങ്ങനെയൊക്കെ ഇട്ട് ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഈ ഒരു റിലീജിയനിലോട്ട് കൺവേർട്ട് എങ്ങനെയാണ് ആവണത്? അതെനിക്ക് മനസ്സിലായില്ല. ഇത് ഏതോ കർണാടകയിൽ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയണേക്കെ. അല്ലാതെ എന്തിനായാലും പടം ഇറങ്ങും, സിനിമ വരുമ്പോ ഇതിന്റെ ബാക്കിയായിരിക്കും. കാരണം സിനിമ അടിപൊളി എന്തോ ഒന്നുമല്ല. എന്തിനാവാൻ പോണെന്ന് എനിക്കത്. പക്ഷെ ഇതൊക്കെ അനുവദിക്കുന്ന സെൻസർ ബോർഡ് അണ്ണനെ ഞാനൊന്ന് ബഹുമാനിച്ചോട്ടെ. ഞാനൊരു വലിയ സംഭവം അല്ലേ അണ്ണ. ജനനായക ഇപ്പോഴും അവിടെ. ഇതൊക്കെ 27-ാം തീയതി റിലീസ് അല്ലേ? അണ്ണൻ കൊള്ളാൻ കേട്ടാ. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി അണ്ണ. ഇതൊക്കെ വർഗീയതയാണെന്നാ, ഹേറ്റാണെന്നാ. ഇതിനൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ? പോക്കിരിത്തരത്തിനൊരു അതിരിലിടോ എന്തോ ആവാന്നോ എന്നിട്ട് പ്രശ്നം ഇതൊക്കെ ഗവൺമെന്റ് കാണുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തടയടേ. എന്തേലും നടക്കൂ? ഇല്ലല്ലേ? ശരി എന്നാ. Beef night count. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.